JEE എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്നതിൻ്റെ സന്തോഷത്തിലാണ് ഉള്ളത്. എൻ്റെ ചുറ്റും ഇരിക്കുന്ന ആളുകൾ എല്ലാവരും 99%-ലും 98%-ലും ഒക്കെ സ്കോർ വാങ്ങി 2025 JEE അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഗംഭീരമാക്കിയതിന് ശേഷമാണ് ഇവരിങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ സന്തോഷം ഇവരുടെ മുഖത്തുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരുടെ പെർസെൻറ്റേജ് സ്കോറും 99%-ന് മുകളിലാണ്. 1-2 പേര് 99%-ന് ജസ്റ്റ് താഴത്താണു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും അതിഗംഭീരമായി കഴിഞ്ഞ 2 വർഷക്കാലം പഠിച്ചു. JEE ഫോക്കസ് ചെയ്ത് പഠിച്ചു. അവർ പഠിച്ചതിൻ്റെ മുഴുവൻ ഉദ്ദേശത്തെയും അവർക്ക് അതിൻ്റെ 100%-ൽ സാറ്റിസ്ഫൈ ചെയ്ത് അവർക്ക് അവരെയും അവരുടെ ചുറ്റുമുള്ള ആളുകളെയും അവരുടെ ആഗ്രഹത്തിനെയും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് ഇവിടെ ഇരിക്കാൻ പറ്റി എന്നതിൻ്റെ സന്തോഷവും അഭിമാനവും ഇവർക്കൊപ്പം ഇരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സൈലത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഉണ്ട്. ഞങ്ങളുടെ ചെറിയ മക്കളാണെങ്കിലും ഞങ്ങളുടെ വലിയ കുട്ടികളാണ് എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി ഇരിക്കുന്നത്. അവരെല്ലാം നാളെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ IIT-കളിൽ പഠിച്ച് പ്രൊഫഷണലുകളായി ലോകത്തിന് മുമ്പിൽ അഭിമാനമായി മാറാനുള്ള യാത്ര തുടങ്ങുന്ന കുട്ടികളാണ്. ആ യാത്ര തുടങ്ങുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് +2 എക്സാമിനേഷൻ പോലും ഇവരാരും എഴുതിയിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞാൽ ഇവരുടെ ആദ്യത്തെ +2 പരീക്ഷ വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ +1 +2 പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബോർഡ് എക്സാമിനേഷനൊക്കെ എഴുതുന്നതിന് മുമ്പ് തന്നെ JEE മെയിൻ ഇത്ര ഗംഭീരമായി എഴുതി തീർക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഒരു വലിയ വിശേഷം ഇവരുടെ കൂടെ ഇരിക്കുമ്പോൾ ഇവരെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം എന്നെയല്ല ഇവർ ഓരോരുത്തരെയാണ് നമുക്ക് കേൾക്കാനുള്ളത്. നമുക്ക് സിദ്ധാർത്ഥിൽ നിന്ന് തുടങ്ങാം. സിദ്ധാർത്ഥ് എവിടെ? ഓക്കെ, സിദ്ധാർത്ഥിൽ തുടങ്ങാം. സിദ്ധാർത്ഥ് പറഞ്ഞു തുടങ്ങും. എങ്ങനെയുണ്ട്? എന്ത് മൂഡിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്? സിദ്ധാർത്ഥിനൊന്ന് പരിചയപ്പെടട്ടെ ആദ്യം എല്ലാ ആളുകളും. എൻ്റെ പേര് സിദ്ധാർത്ഥ്. എൻ്റെ വീട് എറണാകുളം പച്ചാളത്താണ്. എനിക്ക് കിട്ടിയ പെർസെൻറ്റേജ് 99.91. ആ പെർസെൻറ്റേജ് സ്കോർ എക്സ്പെക്ട് ചെയ്തിരുന്നോ? 99.9 അപ്പുറത്തേക്ക് കടക്കും എന്ന ആഗ്രഹമോ പ്രതീക്ഷയോ ഉണ്ടായിരുന്നോ മുമ്പേ? സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചത് 99.8 അത്രയൊക്കെ ആവുള്ളൂ എന്നായിരുന്നു. അതിന്റെ സന്തോഷമുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറം പോയതിന്റെ സന്തോഷമുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു പ്രിപ്പറേഷനൊക്കെ? JEEക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ, സിദ്ധാർത്ഥിന്റെ പ്രിപ്പറേഷനൊക്കെ ആളുകളൊന്ന് കേൾക്കട്ടെ. എൻ്റെ പ്രിപ്പറേഷൻ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ കൂടുതലും എഴുതിയത് സാമ്പിൾ പേപ്പേഴ്സാണ്. പിന്നെ ലാസ്റ്റ് ഒരു 1 month ഒക്കെ ഞാൻ ഫുൾ സാമ്പിൾ പേപ്പേഴ്സ് ഇരുന്ന് എഴുതി അത് അനലൈസ് ചെയ്യും. പിന്നെ ഓരോ വീക്ക് ഏരിയാസ് കണ്ടുപിടിച്ച് അത് തന്നെ വീണ്ടും പഠിച്ച് അങ്ങനെ ക്ലിയർ ചെയ്ത് പോവുകയാണ് ഞാൻ ചെയ്തത്. ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതായിരുന്നു? ഫിസിക്സ് ആയിരുന്നു. ഫിസിക്സിനാണോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്കോർ നമുക്ക് വന്നിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ അല്ല, എനിക്ക് കെമിസ്ട്രിക്കാണ് ഏറ്റവും കൂടുതൽ സ്കോർ വന്നിരിക്കുന്നത്. കെമിസ്ട്രി ആയിരുന്നോ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? അതെ. ബുദ്ധിമുട്ടുണ്ടായിരുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ അതിൽ സ്കോർ കൂടി അല്ലേ? തീർച്ചയായും. എന്തായിരുന്നു കെമിസ്ട്രി ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് പഠിക്കാനെടുത്ത സ്ട്രാറ്റജി എന്തായിരുന്നു? കെമിസ്ട്രിയിൽ ഞാൻ അഡോപ്റ്റ് ചെയ്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് NCERT റീഡിങ് തന്നെയായിരുന്നു പ്രൈമറി. പിന്നെ PYQസും പിന്നെ സാമ്പിൾ പേപ്പേഴ്സിൽ നിന്ന് ഞാൻ ചെയ്യുന്ന മിസ്റ്റേക്സ് ഒക്കെ ഞാനൊരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. അവസാനം അതൊന്ന് ഓടിച്ച് വായിച്ചു വിടും. സോ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യില്ല. അപ്പോൾ സിദ്ധാർത്ഥ് സാമ്പിൾ പേപ്പേഴ്സിനെ കുറിച്ച് എടുത്തെടുത്ത് പറയുന്നുണ്ട്. മനസ്സിലാക്കേണ്ടത് +2 എക്സാമിനേഷൻ എഴുതിയിട്ടില്ല, അതിനിടയിലുള്ള പ്രിപ്പറേഷൻ പോയിക്കൊണ്ടിരിക്കുക ഒരുപാടേറെ സാമ്പിൾ പേപ്പറുകൾ എഴുതിയിരിക്കുന്നു. വിഷമമുള്ള സബ്ജക്റ്റ് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് ആ സബ്ജക്റ്റിൽ മാക്സിമം സ്കോർ എടുത്തിരിക്കുന്നു. NCERT ടെക്സ്റ്റ് ബുക്ക് അതിനിടയിൽ പരാമർശിച്ചു പോയി അല്ലേ? NCERT ടെക്സ്റ്റ് ബുക്ക് JEE അഡ്വാൻസ്ഡിന് തീർച്ചയായും നമുക്ക് ഒരുപാടേറെ അഡീഷണൽ കണ്ടന്റുകളൊക്കെ പഠിക്കാനുണ്ടെങ്കിലും JEE മെയിന് NCERT ടെക്സ്റ്റ് ബുക്ക് സഹായിച്ചിട്ടുണ്ടാവും. അങ്ങനെ സഹായിച്ച സിദ്ധാർത്ഥ് അല്ലാത്ത ആരാണ് ഈ കൂട്ടത്തിലുള്ളത്? അടുത്ത ആരൊക്കെ പറയാൻ? എൻ്റെ പേര് ശ്രീഹരിയാണ്. എനിക്ക് 99.35% ഞാൻ തേവരയിൽ നിന്നാണ്. കെമിസ്ട്രിയിലെ NCERT എല്ലാ ലൈനായിട്ടും പഠിക്കണം. അവരെപ്പോഴും ഓരോ ലൈനിൽ നിന്നും ചോദ്യമൊക്കെ ചോദിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതല്ലാതെ മറ്റ് സബ്ജക്റ്റുകളോ ഫിസിക്സോ ഒക്കെ NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് യൂസ് ചെയ്തിരുന്നോ? ഫിസിക്സിലും മാത്സിലും ഒക്കെ? ഞാൻ കെമിസ്ട്രീൻ്റെ NCERT ആണ് ഫോക്കസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. മാത്സും ഫിസിക്സും പിന്നെ സിദ്ധാർത്ഥ് പറഞ്ഞ പോലെ തന്നെ PYQ എല്ലാം ചെയ്യണം. 2024 കഴിഞ്ഞ വർഷത്തെ എല്ലാ പേപ്പറും ചെയ്യണം. അത് നല്ല പ്രാക്ടീസാണ്. എത്ര സമയം പഠിക്കുമായിരുന്നു ശ്രീഹരി? അത് ചില ദിവസം കുറേയെങ്കിലും ഒരു 10 മണിക്കൂർ കൂടുതൽ എന്നും എന്തായാലും പഠിക്കണം, എന്നാലേ കാര്യമുള്ളൂ. ഇപ്പോൾ കോമ്പറ്റീഷൻ കൂടുകയാണ്. അപ്പോൾ പിന്നെ ഈ കോമ്പറ്റീഷനെ കുറിച്ചൊക്കെ ആദ്യമേ
നമുക്ക് തോന്നലുണ്ടായിരുന്നു വലിയ കോമ്പറ്റീഷനാണ്? ഇപ്പം നമുക്ക് റിസൾട്ട് ആയിരിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നതാണോ, അതോ നമ്മൾ +1 ക്ലാസ്സിലേക്ക് വന്ന് +2 ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുക വലിയ കോമ്പറ്റീഷനുള്ളൊരു സ്പേസിലാണ് നമ്മൾ ഉള്ളത്, അതുകൊണ്ട് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, ഒരു 10 മണിക്കൂർ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നൊക്കെയുള്ള തോന്നലുണ്ടായിരുന്നു മുമ്പേ? എനിക്ക് പണ്ടേ തോന്നിയത് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ പണ്ടേ ഇങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എഴുതിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ റിസൾട്ട് നമ്മൾ ഇവിടെ എത്തി, എഴുതി ഇറങ്ങിയ സമയം ഹാപ്പി ആയിരുന്നോ, സങ്കടമായിരുന്നു? അന്നത്തെ ദിവസത്തെ മൂഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ ദിവസത്തെ മൂഡല്ലേ നമ്മൾ കാണുന്നത്. എഴുതി ഇറങ്ങിയപ്പോൾ എനിക്ക് അത്ര സന്തോഷമല്ലായിരുന്നു. ബിക്കോസ് ഞാൻ ഓർത്ത് 99 എബോവ് കിട്ടില്ലെന്നാണ് ഓർത്തത്. കാരണം അത്ര ഞാൻ സാധാരണ ഒരു പേപ്പർ എഴുതുമ്പോൾ ഇതിൽ കൂടുതൽ മാർക്ക് ചെയ്യാറുള്ളതാണ്. പക്ഷെ പിന്നെ അതിനെപ്പറ്റി ഓർത്തില്ല, കാരണം പിന്നെ അഡ്വാൻസിൽ ഫോക്കസ് ചെയ്യുമായിരുന്നു. അഡ്വാൻസ്ഡിൻ്റെ ക്ലാസ് റൂമിലേക്കാണ് ഞാനിപ്പോൾ വന്ന് കയറിയത് പോലും, അല്ലേ? നിങ്ങളെല്ലാവരും അഡ്വാൻസ്ഡ് ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇക്ബാൽ സാറ് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലേക്കാണ് ഞാൻ വന്ന് കയറിയത്. ഒരാഴ്ച കഴിഞ്ഞ് ബോർഡ് എക്സാമിനേഷൻ വരുന്നുണ്ട്. ഒരാഴ്ചക്കപ്പുറത്ത് ബോർഡ് നിൽക്കുമ്പോഴും നമ്മൾ അഡ്വാൻസ്ഡിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോർഡ് വരുന്നുണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടാവുമോ, മൈൻഡിൽ ഉണ്ടാവുമോ? പറഞ്ഞു പരിചയപ്പെടുമ്പോൾ. ഞാൻ അദ്വൈത്, എൻ്റെ വീട് എറണാകുളം ആലുവയിലാണ്. സിൻസ് മെയിൻസിന് ഏറ്റവും കൂടുതൽ സ്കോർ ആദ്യം ഒന്ന് പറയും. എൻ്റെ പെർസെൻറ്റൈൽ 99.55 ആയിരുന്നു മെയിൻസിന് കിട്ടിയ പെർസെൻറ്റൈൽ. NCERT ആണ് മെയിൻസിന് കെമിസ്ട്രിക്കും ഫിസിക്സിനും ഞാൻ മെയിനായിട്ട് ഉപയോഗിച്ചത്. അവിടുന്ന് ഒരു സ്ട്രേറ്റ് ക്വസ്റ്റ്യൻസ് എടുക്കും. പിന്നെ നമ്മൾ JEE ആസ്പിറൻസ് അല്ലേ, അപ്പോൾ നമ്മുടെ ഫിസിക്സും കെമിസ്ട്രിയും ഒരു പെർട്ടിക്കുലർ ലെവലിൽ തറവാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ബോർഡ്സിന് വേണ്ടിയിട്ട് നമുക്ക് ആ റൈറ്റിംഗ് സ്റ്റൈലും മാത്രം ഒന്ന് തറവായാൽ മതി. അപ്പോൾ ഒരു ലാസ്റ്റ് 4 ഡേയ്സിന് വേണ്ടിയിട്ട് മാക്സിമം പഠിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നിയത്. ആഫ്റ്റർ ഓൾ കോൺസെപ്റ്റ്സ് ഒക്കെ എനിക്ക് pretty ക്ലിയർ ആണ്. അപ്പോൾ JEEക്ക് വേണ്ടി നമ്മൾ ആഴത്തിൽ കോൺസെപ്റ്റ് പഠിക്കുന്നു, അതുകൊണ്ടൊരു 4 ദിവസം നോക്കിക്കഴിഞ്ഞാൽ ബോർഡ് നന്നായി എഴുതാൻ പറ്റും, അല്ലേ? കോൺസെപ്റ്റ്സ് ക്ലിയർ ആയിട്ട് അറിയാമെങ്കിൽ പിന്നെ ജസ്റ്റ് ആ റൈറ്റിംഗ് പാറ്റേൺ മാത്രം മനസ്സിലായാൽ മതിയല്ലോ. ഇഫ് ഒരു വേസ്റ്റ് കേസിൽ നമുക്ക് ബോർഡ് എക്സാമിനേഷൻ്റെ മാർക്ക് അഥവാ ഇച്ചിരി കുറഞ്ഞു പോയി എന്ന് നമ്മൾ വിചാരിക്കും, സങ്കടം ഉണ്ടാവുമോ? നമ്മൾ ബോർഡിന് എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നോ? ബോർഡല്ലല്ലോ നമ്മുടെ മെയിൻ ഗോൾ. എൻ്റെ മെയിൻ ഗോൾ അഡ്വാൻസ്ഡ് ആയിരുന്നു. അപ്പോൾ ബോർഡ്സിന് ഒരു നല്ല പെർസെൻറ്റ് കിട്ടാൻ നോക്കും, പക്ഷെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്തില്ലെങ്കിലും ഇത് ഓൾ റൈറ്റ് ആണ്, കാരണം അഡ്വാൻസ്ഡ് ആണ് മെയിൻ ഫോക്കസ്. അതൊരു വലിയ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മളുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും കൺഫ്യൂസ്ഡ് ആവുന്ന, പലപ്പോഴും +1 +2 കുഞ്ഞുങ്ങൾ മാത്രമല്ല പാരൻസും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പലപ്പോഴും കുട്ടികൾക്ക് സമ്മർദ്ദമായി മാറാറുള്ള ഒന്ന് ബോർഡ് വരികയാണ് എന്ന ഒന്ന്. പലപ്പോഴും ഇവർ സിൻസിയറായി പഠിക്കുമ്പോഴും ഇവരുടെ റൂട്ട് വഴിതിരിച്ചു വിടുന്ന രൂപത്തിലായി മാറാറുണ്ട്. അപ്പോൾ നമ്മളുടെ കുട്ടികൾ വളരെ കോൺഫിഡൻസോടുകൂടെ ഭാവിയെക്കുറിച്ചുള്ള കൃത്യമായ തീരുമാനത്തോടുകൂടെ പറഞ്ഞു വെക്കുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ പോലും നിങ്ങൾ കേൾക്കണം, എൻ്റെ ഗോൾ, എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരിക്കലും ബോർഡല്ല. എൻ്റെ ലക്ഷ്യം JEE അഡ്വാൻസ്ഡ് ആണ്, ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. അതിനിടയിൽ ബോർഡിൻ്റെ മാർക്ക് തീർച്ചയായും എനിക്ക് കിട്ടും, അഥവാ കുറഞ്ഞു പോയാലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമല്ല. എൻ്റെ സങ്കടം നേരത്തെ ഇയാൾ നിങ്ങളോട് പറഞ്ഞ പോലെ എൻ്റെ പെർസെൻറ്റേജ് കുറങ്ങാൻ ഇച്ചിരി കുറഞ്ഞു പോവോ എന്ന സങ്കടത്തിലാണ് ഞാനുള്ളത് എന്നാണ് ഇവർ പറയുന്നത്. തീർച്ചയായും നിങ്ങളെല്ലാവരും +1 +2 CBSE പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതിനിടയിലാണ് നമ്മളുടെ JEE പ്രിപ്പറേഷൻ സത്യത്തിൽ നടക്കുന്നത്. അടുത്തൊരു കൺഫ്യൂഷൻ, ഇപ്പോൾ 10th വരെ നമ്മളുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അതിനുശേഷവും തീർച്ചയായും ഡൈവേഴ്സിറ്റികൾ നമുക്കുണ്ട്. പക്ഷേ സൈലം ഒരു സ്കൂളൊക്കെ ആരംഭിക്കുന്ന സമയത്ത് CBSE സിലബസ് ആയിരുന്നു നമ്മൾ തിരഞ്ഞെടുക്കാൻ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് +1 ബോർഡ് ഇല്ലാത്തത് കൊണ്ട് കുറേ കൂടെ സമയം അധികം നമുക്ക് പ്രിപ്പറേഷന് കിട്ടും, അഡീഷണൽ സബ്ജക്റ്റുകൾ ഇല്ലാത്തത് കൊണ്ട് നമ്പർ ഓഫ് സബ്ജക്റ്റുകൾ കുറവായതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടും എന്നൊക്കെ നമ്മളിങ്ങനെ പറയുമായിരുന്നു. അത് നമ്മളുടെ ഒരു വേർഷനാണ്. ഇനി നിങ്ങളുടെ ഒരു വേർഷൻ, മക്കളുടെ ഒരു വേർഷൻ എനിക്ക് കേട്ടാൽ കൊള്ളാം. ഞാൻ രാഘവാണ്. ഞാൻ എറണാകുളം എളമക്കരയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. എൻ്റെ JEE മെയിൻസ് പെർസെൻറ്റൈൽ 99.81 ആണ്. എനിക്ക് തോന്നുന്നു CBSEയിൽ സ്റ്റേറ്റ് ബോർഡിനേക്കാളും സ്റ്റേറ്റ് ബോർഡിൽ 11th ബോർഡ്സ് ഉള്ള കാരണം ഞാൻ CBSEയിൽ ജോയിൻ ചെയ്തത് കാരണം എനിക്ക് 11th ബോർഡ്സിന് വേണ്ടി അധികം സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ അഡ്വാൻസ്ഡും മെയിൻസും പ്രിപ്പറേഷൻ ഇത്തിരി കൂടെ സ്മൂത്തായിട്ട് പോകാൻ പറ്റി, കുറച്ചും കൂടെ സമയം അലൊക്കേറ്റ് ചെയ്യാൻ പറ്റി. അത് കാരണം എൻ്റെ
ഇപ്പോഴത്തെ മെയിൻസിൻ്റെ പേഴ്സൻറ്റൈൽ നല്ല ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. ആ സമയം ലാഭിച്ചതിന് ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് മെയിൻസിൽ കൊടുക്കാൻ പറ്റി അല്ലേ? അതേപോലെ ഇപ്പോൾ 10 മണിക്കൂർ ഒരാൾ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ? ബോർഡിൻ്റെ സമയവും കൂടെ നമുക്ക് കുറച്ചും കൂടെ നമ്മളുടെ മെയിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് വരികയാണ്. തീർച്ചയായും അഡ്വാൻസ്ഡ് വരുമ്പോൾ ഉള്ള മെയിനൊക്കെ നമ്മൾ ഭയങ്കര സേഫാക്കി ഗംഭീര മാർക്കൊക്കെ ആയി നിൽക്കുന്നു. അഡ്വാൻസ്ഡ് വരുമ്പോൾ ഉള്ള ഫീൽ എന്താ? അഡ്വാൻസിനെ കുറിച്ച് എന്താ തോന്നുന്നു? അഡ്വാൻസ്ഡ് ഇപ്പോൾ പരിചയപ്പെടുത്തുക. എൻ്റെ പേര് ഗൗരിശങ്കർ എന്നാണ്. ഞാൻ താമസിക്കുന്നത് എറണാകുളം കാക്കനാട് NGO ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ പെർസെൻറ്റേജ് 98.98 എന്നാണ്. അപ്പോൾ അഡ്വാൻസ്ഡ് വരുമ്പോൾ ഞാനിപ്പോൾ ആദ്യം തൊട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ IIT എന്നുള്ളൊരു ഗോൾ വെച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ മെയിൻസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്നുള്ളൊരു പ്രിലിമിനറി സ്റ്റേജ് പോലെ ഉള്ളൂ. അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ മെയിൻ ഗോൾ. അപ്പോൾ അതിന് പറ്റുന്നത്രയും ഫോക്കസ് ചെയ്യുക, മാക്സിമം അതിലേക്ക് നമ്മുടെ ഫോക്കസ് തിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അഡ്വാൻസ്ഡിന് ചെയ്യാൻ പറ്റുന്ന കാര്യം. നമ്മളതിനെപ്പറ്റി ടെൻഷൻ ആവേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ളത് വേറെ ഇതാണ്. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. ഇപ്പോൾ പറഞ്ഞ പോലെ ഡെയിലി ഒരു 10 hour എങ്കിലും മിനിമം പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ ബോർഡ് എക്സാമിനെ പറ്റി ഒന്നും അത്രയും പറയട്ടല്ല, കാരണം നേരത്തെ പറഞ്ഞ പോലെ അഡ്വാൻസ്ഡ് ആണ് ഗോൾ. അപ്പോൾ എല്ലാവരും ഒരു 10 മണിക്കൂറൊക്കെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ദിവസത്തെയും 2 ദിവസത്തെയും പ്രിപ്പറേഷൻ അല്ല, +1 കാലം തൊട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിപ്പറേഷനാണ്. ഇന്നലെ മെയിൻ റിസൾട്ട് വന്ന് ഗംഭീര റിസൾട്ടാണ് എന്ന് എല്ലാവരും ഇവരുടെ റിസൾട്ടിനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ്. സത്യത്തിൽ നമ്മൾ ആലോചിക്കണം, നമ്മളൊരു റിസൾട്ടൊക്കെ വന്ന് അതിൻ്റെ സെലിബ്രേഷനിൽ എന്തൊക്കെ കാര്യമാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുക. പക്ഷെ ഇവരിപ്പോഴും അഡ്വാൻസ്ഡിൻ്റെ ക്ലാസ് മുറിയിൽ ഇരിക്കുകയാണ്, അഡ്വാൻസിന് വേണ്ടി ഫോക്കസ് ചെയ്യുകയാണ്. ആദിത്യക്ക് എന്താ അതിനെക്കുറിച്ച് തോന്നുന്നത്? ഈ ദിവസം ഇങ്ങനെ ആവണ്ടായിരുന്നു എന്ന് തോന്നലുണ്ടോ? ശരിക്കും ഞങ്ങൾക്ക് കുറച്ചുകൂടെ പുറത്തൊക്കെ പോയി സെലിബ്രേറ്റ് ചെയ്യണമായിരുന്നു എന്നുള്ള മൂഡാണോ? ഹായ്, മൈ നെയിം ഇസ് ആദിത്യ നാരായൺ മേനോൻ. ഞാൻ ആലുവയിലാണ് നിൽക്കുന്നത്. ദാറ്റ്സ് വെയർ മൈ ഹൗസ് ഇസ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. ഇന്നലെ മെയിൻസിന് റിസൾട്ട് വന്നു, ഈവൻ ദ ഡേ റൈറ്റ് ആഫ്റ്റർ മെയിൻസ്. ഫോർ മീ ദ വിഷൻ വാസ് വെരി ക്ലിയർ. എനിക്ക് പഠിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ബിക്കോസ് ദർ ഇസ് സോ മെനി പീപ്പിൾ ഇൻ ഫ്രണ്ട് ഓഫ് us. We have to overtake them, and that is the clear vision. Every moment that I was studying after the day of mains, for me it was like I'm coming closer and closer to perfection, and those people who are resting, who are waiting, who are doing everything, I am overtaking them. I am getting closer to my goal while others are resting. So എനിക്ക് അതൊരു കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല ഒരിക്കലും. ശരിക്കും മെയിനിൻ്റെ പരീക്ഷ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾ തുടങ്ങി അല്ലേ? Yes sir, I started the day right after mains. അപ്പോൾ മെയിനിൻ്റെ പരീക്ഷ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തുടങ്ങിയ അഡ്വാൻസ്ഡ് പ്രിപ്പറേഷനാണ്. അല്ലാതെ ഇന്നല്ല, ഈ റിസൾട്ട് വന്നതിന് ശേഷം അല്ല ഈ പ്രിപ്പറേഷനിലേക്ക് ഇവർ കടക്കുന്നത്. ഈ റിസൾട്ട് എക്സ്പെക്ട് ചെയ്ത് ഞങ്ങൾ മെയിൻ ഗംഭീരമാക്കിയെന്ന് ഉറപ്പിച്ച് ഒരു നിമിഷം പോലും കളയാനില്ല എന്ന് ആദിത്യ പറഞ്ഞു വെച്ച പോലെ കോമ്പറ്റീഷനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ളത് കൊണ്ട്, എൻ്റെ വിഷൻ അത്രമേൽ ക്ലിയർ ആണ് എന്നതുകൊണ്ട് ഞാൻ വളരെ നേരത്തെ തുടങ്ങണം എന്ന് തീരുമാനിച്ചവരാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തുടങ്ങണം എന്ന തീരുമാനത്തിൻ്റെ കൂടെ റിസൾട്ടാണ് സത്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്. ആ സമയത്ത് എപ്പോഴെങ്കിലും വലിയ സ്ട്രെസ്സും അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്ലക്ച്വേഷനും ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? അതെ. മോനെ പരിചയപ്പെടുത്തണം ആദ്യം. എൻ്റെ പേര് പ്രണവ്. ഞാൻ എറണാകുളത്ത് മരടിലാണ് താമസിക്കുന്നത്. എൻ്റെ മെയിൻസ് പെർസെൻറ്റൈൽ 99.58 ആയിരുന്നു. സോ ഞാനിപ്പോൾ കുറേ വർഷമായിട്ട് ജെയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി എനിക്ക് കുറേ സ്ട്രെസ്സൊക്കെ ഉണ്ടായിരുന്നു ഡേ ബിഫോർ ദി എക്സാം. പക്ഷെ എൻ്റെ പാരൻസ് ആ സമയത്ത് തന്നെ സപ്പോർട്ട് ചെയ്തു. അവർ പറഞ്ഞത് എന്ത് പെർസെൻറ്റൈൽ ഇട്ടാലും നമ്മൾ ഹാപ്പി ആയിരിക്കും. സോ അതെനിക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. അപ്പോൾ ഞാൻ കൂളായിട്ട് എക്സാം എഴുതി. സ്ട്രാറ്റജിയോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതായി കേൾക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതാണ്. പാരൻസിൻ്റെ പ്രസൻസ് പലപ്പോഴും എക്സാമിനേഷനിൽ നമ്മളുടെ സ്കോർ ഉയർത്താൻ വളരെ പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അതൊരിക്കലും പാരൻസ് കൊടുക്കുന്ന സമ്മർദ്ദമല്ല. നമുക്ക് എപ്പോഴും നമ്മളുടെ കുഞ്ഞുങ്ങളോട് അവരുടെ പാഷനെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാൻ കഴിയണം. അവരുടെ വിഷൻ ക്ലാരിറ്റി ഉള്ളതാക്കാൻ നമ്മളുടെ പ്രസൻസ് ആവശ്യമുണ്ട്. അതൊരിക്കലും പക്ഷേ പിന്നീട് അവരുടെ ലൈഫിൽ ഇടപെടേണ്ടത് സമ്മർദ്ദങ്ങളുടെ രൂപത്തിലായിരിക്കരുത്. എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്കൊപ്പം നടന്ന്, പലപ്പോഴും അവരുടെ മാർക്കിൽ ചെറിയ കുറവുകളൊക്കെ ഉണ്ടായാൽ അതിനെക്കുറിച്ച് ഒട്ടും നമ്മൾ സങ്കടപ്പെടേണ്ട. നമ്മളുടെ മാക്സിമം എക്സാമിനേഷൻ ഹാളിൽ നാം പുറത്തെടുത്താൽ മതി. ഇനി അല്പം മാർക്ക് കുറഞ്ഞു പോയാലും അല്ലേ, നിങ്ങളെ കേൾക്കുന്ന ആളുകളിൽ 99.9, 99.8 അല്ലെങ്കിൽ 99.5 എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി മാർക്ക്
കുറഞ്ഞ ആളുകളൊക്കെ ഉണ്ടാവും. ഇച്ചിരി മാർക്ക് കുറഞ്ഞതുകൊണ്ട് കഴിഞ്ഞ ദിവസം വലിയ സങ്കടത്തിലായ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത് ആ ഇച്ചിരി മാർക്ക് കുറയുമ്പോഴും ഞാനിത് അടുത്ത പരീക്ഷയ്ക്ക് പരിഹരിക്കും എന്ന തോന്നലാണ്. ഇച്ചിരി എന്നൊക്കെ പറയുമ്പോൾ ഒരു കടുകോണിയോളം മാർക്കൊക്കെ ആയിരിക്കും അല്പം കുറയുക നമുക്ക്. പക്ഷേ നമ്മൾ അത്ര ദിവസം വരെ കഷ്ടപ്പെട്ട ഒരു കഷ്ടപ്പാടിൻ്റെ മേലെ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു സങ്കടമുണ്ട്. ആ സങ്കടം ഉണ്ടാവരുത് എന്ന് നമ്മളുടെ മക്കളോട് ചേർന്ന് നിന്ന് പറയേണ്ടത് പാരൻസാണ്. ഇൻസ്റ്റിറ്റ്യൂഷനും പാരൻസും എല്ലാവരും പാഷനേറ്റ് ആകുമ്പോഴാണ്, എല്ലാവരും നമ്മളുടെ കുട്ടികളെ മനസ്സിലാക്കുമ്പോഴാണ് അവരവരുടെ റിസൾട്ടിൻ്റെ പൂർണ്ണതയിലേക്ക് സത്യത്തിൽ എത്തിച്ചേരുക. എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞു. ഇനി നമ്മളെ ഗോവിന്ദ് മാത്രമാണ് സംസാരിക്കാൻ ബാക്കിയുള്ളത്. ഗോവിന്ദ് അവിടെ മുമ്പിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും ഗോവിന്ദിന് പറയാൻ വലിയ മടിയും ചമ്മലൊക്കെ ആയിട്ട് ഗോവിന്ദ് ഇങ്ങനെ മാറിയിരിക്കുകയാണ്. ഗോവിന്ദിനോട് എനിക്ക് ചോദിക്കാനുള്ളത് വേറൊരു ചോദ്യമാണ്. ഇവരെല്ലാവരും നമ്മളുടെ സമയത്തെ യൂട്ടിലൈസ് ചെയ്യേണ്ടതിനെ കുറിച്ച്, പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയെ കുറിച്ച്, പാഷനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോഴും നമുക്ക് നമ്മളുടെ കുട്ടിക്കാലത്ത് ഇതൊന്നും അല്ലാത്ത കുറേ ആഗ്രഹങ്ങളൊക്കെ നമ്മളുടെ ഉള്ളിലുണ്ടാവും അല്ലേ? നമ്മളുടെ ഉള്ളിൽ സിനിമ ഉണ്ടാവും, നമ്മളുടെ ഉള്ളിൽ ക്രിക്കറ്റ് ഉണ്ടാവും. ഇതിനൊക്കെയുള്ള സമയം കൂടെ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനിടയിൽ എന്തൊക്കെയായിരുന്നു ഗോവിന്ദിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്? ഇതല്ലാതെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒന്നും അല്ലാത്ത എന്തിലെങ്കിലും മൈൻഡ് ഇത്തിരിയെങ്കിലും ഗോവിന്ദ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? ആദ്യം ഗോവിന്ദിനെ പരിചയപ്പെടുത്തിയിട്ട് നമ്മൾ തുടങ്ങി. എൻ്റെ പേര് ഗോവിന്ദ്. ഞാൻ 9th തൊട്ട് JEE Prep ഇൻവോൾവ് ആണ്. എനിക്ക് ലഭിച്ചിരിക്കുന്നത് 98.6% ഞാൻ വിചാരിച്ചതിനേക്കാളും വളരെയധികം കൂടുതലാണ്. ഞാൻ ടാർഗറ്റ് ചെയ്തൊരു 90% ആ ഒരു റേഞ്ചിലായിരുന്നു. സോ എൻ്റെ ക്വസ്റ്റിനെ പറ്റി തീർച്ചയായും എല്ലാവർക്കും, നമ്മളിൽ ഓരോരുത്തർക്കും ഈ PCM ബിയോണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരാൾ പോലും അല്ലാതുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ അതിനുവേണ്ടിയൊക്കെ ഒരു പരിധിവരെയെങ്കിലും സമയം കണ്ടെത്താൻ നമ്മൾക്ക് എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും ഒരു 8ാം ക്ലാസ്സിനോടോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിനോടോ കമ്പയർ ചെയ്യുമ്പോൾ ലേശം കുറഞ്ഞിട്ടുണ്ടാവാം അതിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന സമയത്തിൻ്റെ അളവ്. എങ്കിൽ പോലും ഒരു പരിധിവരെ അതിനെല്ലാം സമയം കണ്ടെത്തിയിട്ടും ഉദ്ദേശിച്ച റിസൾട്ട് ലഭിച്ചവരാണ് നമുക്ക് ചുറ്റും കൂടുതലുള്ളത്. അതുകൊണ്ട് അതിനെപ്പറ്റി ഇപ്പോൾ ഇതിലോട്ട് ഇറങ്ങാൻ പോകുന്നവരോ അല്ലെങ്കിൽ ഓൾറെഡി ഇറങ്ങിയിട്ട് അതിനെപ്പറ്റി പറയുന്നവരോ അതിനെപ്പറ്റി ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം അത് എപ്പോഴാണെങ്കിലും കിട്ടേണ്ടത് തന്നെയാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അപ്പോൾ സങ്കടപ്പെടുകയൊന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള സമയങ്ങളൊന്നും ഈ പ്രിപ്പറേഷൻ ഇടയിൽ നഷ്ടപ്പെട്ടു പോയാലും സങ്കടപ്പെടുകയൊന്നും ചെയ്യണ്ട എന്നുകൂടിയാണ് നിങ്ങൾ എല്ലാവരോടും പറയുന്നത്. നമ്മൾ മുഴുവൻ സമയവും പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ എനിക്കിനി എപ്പോഴാണെന്ന് കളിക്കാൻ പറ്റുക, എനിക്കിനി എപ്പോഴാണെന്ന് ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെയുള്ള ചോദ്യം നമ്മളുടെ മുമ്പിലുണ്ട്. അതിനുള്ള സമയത്തേക്ക് സേഫായി നമ്മളെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യൽ കൂടിയാണ് ഈ 2 വർഷത്തെ പ്രിപ്പറേഷനിലൂടെ സംഭവിക്കുന്നത്. നമ്മൾ ഏറ്റവും ഗംഭീരമായി പഠിച്ചാൽ നമ്മുടെ ലൈഫ് ലോങ് ഏറ്റവും ഹാപ്പി ആയിരിക്കാനും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയം കൂടിയാണ് നമ്മളുടെ മുമ്പിൽ വരാൻ വേണ്ടി പോകുന്നത്. അതിനിടയിലും നിങ്ങൾ ഓരോരുത്തരുടെയും ഡ്രീം ക്യാമ്പസിനെ കുറിച്ച് എനിക്ക് അറിയേണ്ടതുണ്ട്. അഡ്വാൻസ്ഡ് കഴിഞ്ഞ് ഏത് സ്ട്രീമിലേക്ക് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് അറിയേണ്ടതുണ്ട്. നമുക്ക് ഒന്നുകൂടെ തുടങ്ങാം. Sir, IIT Bombay is the dream. Like stream, probably electrical or mechanical would be interesting. എൻ്റെ ഡ്രീം IIT ബോംബെ തന്നെയാണ്. ഇഷ്ടമുള്ള ബ്രാഞ്ച് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അത് കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഐ ആം വില്ലിംഗ് ടു വർക്ക് ഹാർഡ് ഫോർ ഇറ്റ്. വാവ്. അപ്പോൾ 2 പേർ IIT ബോംബെയിലേക്ക് പോകും. ഓക്കെ. പിന്നെ എൻ്റെ ഡ്രീം IIT ഡൽഹിയാണ്. ആൻഡ് മൈ ഡ്രീം ബ്രാഞ്ച് ഈസ് മാത്തമാറ്റിക്കൽ ആൻഡ് കമ്പ്യൂട്ടിങ്. അതിന് ഇതിനേക്കാളും ഒരുപാടധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ട വരും ആൻഡ് മോട്ടിവേഷനും വേണം. ആൻഡ് ഐ വിൽ ഡെഫിനറ്റ്ലി ഡൂ ദാറ്റ് ഫോർ ദ നെക്സ്റ്റ് 3 months. ആൻഡ് താങ്ക് ഗോഡ്. ഞങ്ങൾ സൈലം ആരംഭിച്ച സമയത്ത് 5 year മുമ്പാണ് സൈലം നമ്മൾ തുടങ്ങുന്നത്. സത്യത്തിൽ JEE നമ്മൾ ആരംഭിച്ചിട്ട് 3 വർഷമായിട്ടേ ഉള്ളൂ. ഒരു നീറ്റ് പ്ലാറ്റ്ഫോമായിട്ടാണ് സൈലം ആരംഭിക്കുന്നത്. ആരംഭിച്ച സമയത്ത് ആദ്യമായി ഞാൻ ഡൽഹിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ആദ്യമായി ഞങ്ങൾ എയിംസ് കാണാൻ വേണ്ടി ഡൽഹിയിൽ പോയി. നാളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വന്നിരിക്കേണ്ട സ്ഥലമാണിത് എന്നൊക്കെയുള്ള തോന്നൽ അനന്ത് സാറും ഞാനും കൂടെ ഡൽഹി എയിംസ് കാണാൻ പോയി. ഡൽഹി എയിംസ് കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ഞങ്ങൾ ഡൽഹി IIT കൂടെ കണ്ടിട്ടാണ് തിരിച്ചു പോകുന്നത്. അന്ന് ഞങ്ങൾ പറയുമായിരുന്നു എന്നെങ്കിലും നമ്മൾ JEE ആരംഭിച്ചാൽ ഞങ്ങളുടെ കുട്ടികൾ ഡൽഹി IITയിലേക്ക് വരുന്നു. പിന്നീട് നമ്മുടെ അടുത്തേക്ക് ഒരുപാട് IITയുടെ മാസ്റ്റേഴ്സായ ട്രെയിനേഴ്സൊക്കെ വന്നു. ഇന്ന് ഇക്ബാൽ സാറ് ഞങ്ങളുടെ ക്ലാസ് എടുക്കുന്നു. ഇക്ബാൽ സാറ് IIT മദ്രാസാണ്. അപ്പോൾ ഞങ്ങൾ IIT ഡൽഹി കണ്ട് ജസ്റ്റ് പോകുന്നു. പിന്നെ ക്യാമ്പസിൽ നിന്ന് ആളുകൾ എല്ലാവരും കൂടെ പോകുന്നു IIT മദ്രാസ് കാണാൻ വേണ്ടിയാണ്. IIT മദ്രാസ് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് ഒരാളുണ്ട്. അപ്പോൾ IIT മദ്രാസ് ഞാൻ അങ്ങോട്ടേക്ക് വരാം.
ഓക്കെ. ഞാൻ IIT മദ്രാസിലേക്ക് പോകാനായിട്ടാണ് ഡ്രീം ചെയ്യുന്നത്. ബിക്കോസ് IIT മദ്രാസ് ഹാസ് ദ ബെസ്റ്റ് അക്കാഡമിക്സ് ഔട്ട് ഓഫ് ഓൾ IITs. സ്ട്രീമിനെ പറ്റി ഞാൻ അങ്ങനെ ഓർത്തിട്ടില്ല. ബട്ട് ഐ എം ഗോയിങ് ടു ട്രൈ ടു ഗെറ്റ് ദ ബെസ്റ്റ് റാങ്ക് ഐ ക്യാൻ സോ ദാറ്റ് ഐ ക്യാൻ ഹാവ് ദ ഫ്രീഡം ടു ചൂസ്. ഓക്കെ, അപ്പം നമ്മൾ IIT ബോംബെ, IIT ഡൽഹി, IIT മദ്രാസ്, ദെൻ ഞാനിപ്പോൾ ഒരു ടോപ്പ് 5 IITs മാക്സിമം റാങ്ക് ചെയ്താൽ കൂടുതൽ ഓപ്ഷൻസ് കിട്ടും എന്നുള്ള ഇതിലാണ് ഞാനിപ്പോൾ. കോളേജും സ്ട്രീമൊന്നും കിട്ടിയിട്ടില്ല, കിട്ടുവാണെങ്കിൽ ബോംബെ ഓർ മദ്രാസ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. മാക്സിമം റാങ്ക് കിട്ടുക, അപ്പോൾ ഓപ്ഷൻസ് ഓപ്പൺ ആയിരിക്കും. ആ ഒരു ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. മോനോ? ഞാൻ തുടങ്ങിയപ്പോൾ മുതലേ IIT ബോംബെ കമ്പ്യൂട്ടർ സയൻസ് ആണ് ഓർത്തത്. പിന്നെ നമ്മൾ നമ്മുടെ ബെസ്റ്റ് എഫേർട്ട് ഇടണം, പിന്നെ എന്താവും അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. എഫേർട്ട് ഇടുമല്ലോ ഇനി? എന്താണ് എഫേർട്ട് ഇട്ടോളൂ? പിന്നല്ല, എഫേർട്ട് എന്തായാലും ഇടാം, അത് പണ്ടേ ഇടും. എൻ്റെ ഡ്രീം IIT മദ്രാസ് ആണ്. എൻ്റെ പ്രിഫേർഡ് ചോയ്സ് ഓഫ് ബ്രാഞ്ച് BTech ഫിസിക്സ് ആണ്. എനിക്ക് ഫിസിക്സ് ഭയങ്കര ഇഷ്ടമാണ്. സോ അതാണ് ഞാൻ 10th തൊട്ടേ വിചാരിച്ചിരിക്കുന്ന ബ്രാഞ്ച്, BTech ഫിസിക്സ് ഇൻ IIT മദ്രാസ്. 10ാം ക്ലാസ് കഴിഞ്ഞ് ഇവരെ കേൾക്കുന്ന, ഞങ്ങളെ കേൾക്കുന്ന എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരെയും കേൾക്കുന്ന ആളുകൾ മാത്രമല്ല സത്യത്തിൽ ഫോക്കസ്ഡ് ആണ്. പറയുന്നതിനിടയിൽ 10th തൊട്ടെന്ന് പറഞ്ഞു, നേരത്തെ 8th തൊട്ടെന്ന് പറഞ്ഞു, അല്ലേ? വളരെ ചെറിയ കാലം തൊട്ടേ എല്ലാവരുടെയും ഉള്ളിൽ ഉള്ള ഒരു സ്വപ്നം കൂടിയാണ്. ഞാൻ എന്തെങ്കിലും ആയിത്തീരും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയവരല്ല, ഞാൻ എന്താവണം എന്ന് തീരുമാനിച്ച് അതിന് പിന്നാലെ നടന്നവരായതുകൊണ്ട് മാത്രമാണ് ഇവരെല്ലാവരും ഈ റിസൾട്ടിൻ്റെ സന്തോഷത്തിലിരിക്കുന്നത്. നമ്മൾ അതും കൂടെ മനസ്സിലാക്കണം. സത്യത്തിൽ മോൻ്റെ ഉള്ളിലെ IIT ഏതാണ്? എനിക്ക് ആസ് ഒപ്പോസ് ടു ദം എൻ്റെ പേഴ്സണലി എനിക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രിഫറൻസ് ലേശം കുറവാണ്. എങ്കിൽ പോലും എനിക്ക് കുറച്ചുകൂടെ താല്പര്യം IISc ബാംഗ്ലൂരിനോടാണ്. എനിക്ക് എഞ്ചിനീയറിങ്ങിനേക്കാളും കുറച്ചുകൂടെ താല്പര്യം പ്യുവർ സയൻസസിനോടാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, അങ്ങനെയുള്ളവരും JEEൽ ഫോക്കസ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ IIScയുടെ അഡ്മിഷൻസും JEE അഡ്വാൻസിലൂടെയോ JEE മെയിൻസിലൂടെയോ ഒക്കെയാണ് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരും ഇതിലോട് ഫോക്കസ് ചെയ്യുന്നതിനോട് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കോഴ്സിനെ പറ്റി ആലോചിച്ചിട്ടില്ല, പക്ഷേ IISc ബാംഗ്ലൂരായിരുന്നു എനിക്ക് താല്പര്യം. സൈലം, JEEക്ക് എന്താണ് JEEയുടെ റിസൾട്ട് വന്നതിന് ശേഷം പറയാനുള്ളത് എന്ന ചോദ്യം ഇന്നലെ JEEയുടെ റിസൾട്ട് അനൗൺസ് ചെയ്ത അടുത്ത സെക്കൻഡിൽ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. ആദ്യം അതിൻ്റെ ഒരു ലൈവൊക്കെ കയറി ഇവരുടെ ഓരോരുത്തരുടെയും ഫോട്ടോ ഒക്കെ വെച്ച് സംസാരിക്കുമ്പോഴും സൈലം JEEക്ക് പറയാനുള്ളത് സത്യത്തിൽ ഞങ്ങളല്ല പറയേണ്ടത്, ഇവരാണ് പറയേണ്ടത്. ഇവരെല്ലാവരുമാണ് അത് പറയേണ്ടത്. എന്താവണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം. സത്യത്തിൽ ഇവർ മാത്രമല്ല, ഇവരെ കണ്ട് തീരുമാനമെടുക്കുന്ന ഒരുപാട് പേരുടെ മുമ്പിലേക്കാണ് ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെല്ലാവരെയും വെക്കുന്നത്. ഒരൊറ്റ ചോദ്യം കൂടെ ചോദിച്ച് ഈ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇക്ബാൽ സാറിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കുകയായിരുന്നു. എങ്ങനെയുണ്ട് സൈലം? സത്യം പറഞ്ഞാൽ സൈലമിൻ്റെ എല്ലാ ക്ലാസ്സുകളും എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ആൻഡ് ഇക്ബാൽ സാറിൻ്റെ ക്ലാസ് 2 വാസ് റിയലി ഗുഡ്. ആൻഡ് എനിക്ക് മാത്സ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഉപയോഗിച്ചൊരു സ്ട്രാറ്റജി ആയിരുന്നു ഒരേ ക്വസ്റ്റ്യൻ തന്നെ മൾട്ടിപ്പിൾ മെത്തേഡ്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് ഇക്ബാൽ സാർ ഇസ് ടു കീൻ ഓൺ ദിസ് അപ്രോച്ച്. ആൻഡ് സൈലമിലെ ബാക്കി ഫാക്കൽറ്റീസും എല്ലാവരും വളരെ ഹെൽപ്ഫുള്ളും മാത്രമല്ല എൻ്റെ ഡൗട്ട്സ് നന്നായിട്ട് ക്ലിയർ ചെയ്യും തരും. ആൻഡ് ദെയർ ടീച്ചിങ് ഇസ് ഓൾസോ റിയലി ഗുഡ്. എനിക്ക് നന്നായിട്ട് കോൺസെപ്റ്റ്സ് ഗ്രാസ്പ് ചെയ്യാനും പറ്റുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹെൽപ്പ് മീ റിയലി വെൽ. സൈലത്തിൻ്റെ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്ത് ഞങ്ങൾക്ക് പഠിക്കുമ്പോൾ പ്രൊവൈഡ് ചെയ്ത മെറ്റീരിയൽ ഞാൻ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് കണ്ടു. അവരുടെ മൈൻഡ് മാപ്പൊക്കെ JEE മെയിൻസിന്, എസ്പെഷ്യലി JEE മെയിൻസിൻ്റെ റിവിഷന് ജസ്റ്റ് മുമ്പ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഇത്രയും കോൺസെപ്റ്റ്സ്, ഇത്രയും ഫുൾ സിലബസ് ഒരു ഭയങ്കര വലിയ സാധനമാണ്. അത് അവസാനത്തെ 2 ദിവസങ്ങളിൽ നമ്മൾ ഫുൾ സിലബസ് 2-3 പ്രാവശ്യം ഓടിച്ചു പോകണം. അപ്പോൾ അവരുടെ മൈൻഡ് മാപ്പും മെറ്റീരിയലും ഒക്കെ ഇതിന് ഭയങ്കരമായിട്ട് സഹായിച്ചു. As Advait said, mind maps very useful. Last few days എന്ന് പറഞ്ഞാൽ you don't have time to read through the whole textbook again. അപ്പോൾ എക്സാക്ട് പോയിന്റ്സ് ഉള്ളതുകൊണ്ട് നമ്മൾക്ക് അത് വായിച്ചിട്ട് ലൈക്ക് മെയിൻസിന് മുമ്പ് നമുക്ക് റിക്കോൾ ചെയ്യാൻ പറ്റും. ആൻഡ് ദ മോർ വി റീകോൾ ദ ബെറ്റർ ഇറ്റ്സ് ഗോൺ ബി ഓൺ ദ ഡേ ഓഫ് ദ എക്സാം. അതല്ലാണ്ട് അഡ്വാൻസിൻ്റെ ഇപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോൾ ചാപ്റ്റർ വൈസ് യു ആർ ഗെറ്റിംഗ് കോൺസെപ്റ്റ്സ് ആൻഡ് ലൈക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എവറി ഡേ which is helping us practice in our weak areas. But teachers are very close to us and they really interact with us and understand our weaknesses. And Iqbal sir really helped us understand different ways of solving the same question. And advanced that will be really useful. So yeah, that's it. ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾ ഇക്ബാൽ സാറിൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോഴായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഇക്ബാൽ സാറിനെ പറ്റി മാത്രം പറഞ്ഞത്.
ആക്ച്വലി എൻ്റെ ഏറ്റവും വീക്കസ്റ്റ് സബ്ജക്റ്റായ കെമിസ്ട്രിയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് റിജു സാറാണ്. എൻ്റെ വീക്ക് പാർട്ടായ ഇനോർഗാനിക്കിൽ എനിക്ക് വളരെയധികം സപ്പോർട്ട് തന്നത് റിജു സാറാണ്. ആൻഡ് ദ വേ ഹി ടീച്ചസ് ഇറ്റ്സ് റിയലി ഗുഡ്. ആൻഡ് ഇനോർഗാനിക് മഗ്ഗപ്പ് ചെയ്യാൻ ഒരു സബ്ജക്റ്റ് ആണെന്നാണ് ഞാൻ ഇത്രയും നാൾ വിചാരിച്ചത്. ബട്ട് റിജു സാറിൻ്റെ ടീച്ചിങ് സ്റ്റൈലായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം എൻ്റെ ആ ഒപ്പീനിയൻ കംപ്ലീറ്റ്ലി മാറി. ആൻഡ് റിജു സാറ് മാത്രമല്ല, അനൂപ് സാറും എബ്രഹാം സാറും എല്ലാവരും എന്നെ ലാസ്റ്റ് മൊമെന്റ് വരെ സപ്പോർട്ട് ചെയ്തായിരുന്നു. ഗീതാ പ്രസാദ് സാറും ഫിസിക്സിൽ എന്നെ വളരെയധികം അസിസ്റ്റ് ചെയ്തായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി ഗുഡ് ലിസണിങ് ടു ദം ആൻഡ് ഇറ്റ് ഹെൽപ്പ് മീ എ ലോട്ട് ഇൻ JEE മെയിൻസ്. മാത്രമല്ല അഡ്വാൻസിനും അവരുടെ അസിസ്റ്റൻസ് കൊണ്ടായിരിക്കും എനിക്ക് ഈ നല്ല റാങ്ക് കിട്ടുക. പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും ഞങ്ങളെല്ലാവരും ഇവർക്കൊപ്പം ഉണ്ട്. ഇവരെല്ലാവരും ഇവരിപ്പോൾ പറഞ്ഞ ഓരോ IIT-കളിലേക്ക് IISc-യിലേക്കൊക്കെ കയറിപ്പോകുന്ന കാഴ്ച ഞങ്ങൾക്ക് കാണണം. അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ നിമിഷം എന്ന് പറയുന്നത്. ഇപ്പോൾ ഗീതാ പ്രസാദ് സാറിനെ കുറിച്ച് പറഞ്ഞാലും റിജു സാറിനെ കുറിച്ച് പറഞ്ഞാലും ഇക്ബാൽ സാറിനെ കുറിച്ച് പറഞ്ഞാലും എല്ലാം കേരളത്തിലെ ഏറ്റവും സീനിയറായ JEE-യുടെ മാസ്റ്റേഴ്സാണ്. അവർ മുഴുവൻ സമയം ഈ കുട്ടികൾക്കൊപ്പം ഇരിക്കാൻ തീരുമാനിച്ച് അവരുടെ എല്ലാ സമയവും ഇവർക്കൊപ്പം നീക്കി വെക്കണമെന്ന് ആഗ്രഹിച്ച് ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന സത്യത്തിൽ ആ ഉദ്ദേശത്തിൽ തന്നെയാണ്. സോ ഇവരെല്ലാവരും ഇവരുടെ ദിവസം കുറെ കൂടെ ഉയരത്തിൽ രേഖപ്പെടുത്തുന്നത് നമ്മൾ കാണും, കേരളം കാണും. കേരളം ഇവരെ കണ്ടുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. ആ ദിവസം വരട്ടെ. ആ ദിവസം നമുക്കൊന്നുകൂടെ ഇവരോരോരുത്തരോടായി വിശദമായി സംസാരിക്കാം. താങ്ക് യു.